ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம தொடர் மூவிலேருந்து பார்த்தீங்கன்னா சீன் 3 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 2 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பக்கத்தவங்க கண்டிப்பாக செட் பண்ணி பாருங்கள். லாலட் அண்ட் அந்த இப்போ தான் வந்து கார் வந்து ப்ராப்ளம் வந்து ஆயிருக்கு. அவங்க பையன் வந்து பார்த்தீங்கன்னா ஃப்ரெண்ட்ஸோடு வந்து காரை கொண்டு போய் விட்டுட்டாரு. விட்டுட்டு அதுக்கப்புறம் அது வந்து ப்ராப்ளம் ஆயிடுச்சு. அந்த பையனை வந்து போட்டு அடிச்சிட்டாரு. மேற்கொண்டு என்ன பிரச்சனை வரப்போகுது என்னன்னு சொல்லிட்டு தெரியல. பையனை அடிச்சதுக்கு வந்து அப்படியே கில்ட்டியா வந்து ஃபீல் பண்ணிட்டு இருக்காரு. அடுத்த சீன் வந்து பார்த்தா தான் தெரியும். ஓகே, இந்த வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல் சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. வாங்க வீடியோக்குள்ள போலாம். പവി നീ എവിടെ? നമ്പർ ഞാൻ കെട്ടിയിട്ടുണ്ട്. ക്ലാമ്പ് നാളെ എടാ, നമ്മൾ ഈ ശബ്ദം മെസ്സേജ് ആയിട്ട് അയക്കുമ്പോഴേ അതവർക്ക് കിട്ടിയോന്ന് അറിയാനായിട്ട് അവര് പറയണം. എടാ മണ്ടൻ കാപ്പി, നീ കൂടുതൽ എന്നെ മണ്ടനാണ്. എന്താ നീലശ്ശേരി പവി വിടറാ, നേരത്തെ ടെൻഷനില്. സോറി, നീ എവിടെയാ? സോറിടാ. மாஸ்டர் சொல்லுங்க மாஸ்டர். நான் இளவரசரா? மாஸ்டர் போயிட்டாரு. ஐயோ, ഹലോ, കുട്ടിച്ച നമ്മുടെ കാറിന്റെ ലൈറ്റ് കിട്ടിയ? മാസ്റ്റർക്ക് എന്താ പറ്റിയതാ? മാസ്റ്റർക്ക് തീരെ സുഖമില്ലായിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞപ്പോ ആരോഗ്യമൊക്കെ അങ്ങ് പോയി. പിന്നെ കൂടെ ആരെയും നിർത്തത്തില്ലല്ലോ. നിങ്ങൾ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണേ, ആരോഗ്യം നോക്കണേ. നിങ്ങൾക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഒന്നുമില്ലടാ. ഇതെന്താ പോലീസ് സ്റ്റേഷൻ? ഇവിടെ ഒന്ന് കയറിയിട്ടുണ്ടോ? ഇല്ല, എന്തിനാ ഇങ്ങോട്ട്? എനിക്ക് വീട്ടിൽ പോണെന്നേ. നീ വല്ല പ്രശ്നമല്ല. ശരി, എന്താണ്? ஐயோ. സാറേ, നമ്മുടെ സുധീഷിന്റെ പെങ്ങളുടെ കല്യാണത്തിന് പിരിവ് കിട്ടിയില്ലായിരുന്നു. ഇരുന്ന് കുറുകാണ്ട് കാര്യം സാറ്. സാറ് വിചാരിച്ച നടക്കും. അവനെ എന്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടാ ഇറങ്ങി ഓടിയത്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ വിചാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തന്റെ വർക്ക്ഷോപ്പിലല്ലടോ ആ കൊച്ചു കഴിവാരി പണിക്കുന്നത്. അല്ലേന്ന് പണി പഠിക്കാൻ വന്നതാ സാറേ, അല്ലേ? ആഹാ, ഇതാണോ പണി? കഞ്ചാവാണ്. കടത്തിയവനും കടത്താൻ കൂട്ടുന്നവനും ഒക്കെ പെടും. കുറച്ച് കാലായി ഇത് ഇവിടെ കിടന്ന് കറങ്ങാൻ. സാർ, അത് എന്റെ വണ്ടിയാണ് സാർ. നീ ഏതടാ? സാർ, ഞാൻ നീ കോഴിയാ? ഷൺമുഖം. നിന്റെ ടാക്സി പെർമിറ്റ് എവിടാ?
ആ ആക്രി വണ്ടിക്ക് ആരാ ടാക്സി പെർമിറ്റ്? സാറ് ലോക്കലോട്ടോ ആ വേട്ടവെളിയെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? സാറേ സിയാച്ചൻ ഡ്രൈവറാ. പെങ്ങളുടെ കല്യാണമായിട്ട് പോകുന്നില്ലേ? ആ സാറേ പോണ സാറേ. ഈ തൊലിച്ച് നിൽക്കുന്നവനെ കണ്ട? കോട്ടയത്തും തിരുവല്ലയായിട്ട് 8-10 കഞ്ചാവ് കേസുണ്ട് ഈ കുരുപ്പിന്റെ പേര്. കഞ്ചാവ് കാണാൻ പിന്നെ மெக்கானிக் தானே அது എന്താ? പെറ്റി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അടയ്ക്കാം. ഓ വേണ്ട, അതെ അടയ്ക്കാം സാറേ. മാം ആ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. പറയുന്ന മനസ്സിലാവില്ലേന്ന്. ഈ ബോട്ടൽ എന്ത് ചെയ്യണം? സാറേ പെങ്ങളുടെ കല്യാണം. ഓ ലീവിന്റെ കാര്യം. പെങ്ങളുടെ കല്യാണല്ലേ? തലേന്ന് പോയാ മതി. ഇൻസ്പെക്ടർ വരട്ടെ. ചെല്ലി. ആയിക്കോട്ടെ. സാറേ എന്താണ്? CI സാറിനോട് വേണേ ഞാൻ സംസാരിക്കാം. ആ പുറത്ത് കിടക്കുന്ന ആക്രി പിടിച്ചത് ഞാനാ. ഇൻസ്പെക്ടർ ഇല്ലാത്തപ്പോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ എല്ലാവർക്കും പോവാം. സാറേ ഞാൻ പണിയാ. ചെല്ല് ചെല്ല്. ഇങ്ങോട്ട് വരാം സാർ. എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു കുട്ടിച്ച. അത് പിന്നെ പാർക്കിലേക്ക് മാറ്റാൻ കുമ്പഴേക്ക് കൊണ്ടുപോയപ്പോ സാധനം കിട്ടിയില്ല. പിന്നെ വണ്ടി കൊണ്ടുപോയി ശരിയാക്കി രാവിലെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു. ഞാൻ ഓർത്തത് ശരിക്കും നിങ്ങൾ എന്തോർത്തു? എന്തോർത്തു നിങ്ങളെ? സാറേ നടക്കൂലടോ. എന്താ? സാറേ ലീവ് തരൂല. സാറേ എന്റെ കാത് കിട്ടൂല. സാറേ നടക്കൂല ഏട്ടാ. സാറേ ഒന്ന് പറയുക. என்னத்தையும் எடுக்க போறோம். എന്നാലും എന്റെ ബെൻസേ, ആ നായിന്റെ പട്ടിയുടെ മോൻ നമ്മളോട് ഇത് ചെയ്തല്ലോടാ. നീയും തേയും ഞാനും തേയും നമ്മുടെ വണ്ടിയും തേയും. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ട്. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും കുടിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കിടക്കും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ റാന്നി. അതാണോ നിങ്ങളുടെ പ്രശ്നം? എന്റെ കാർ പണിയെ വീട്ടിലുണ്ട്. തിരുവല്ലേ നമുക്ക് വെക്കാം. അവന്റെ അന്ത്യം. ബൈക്ക് അവിടെ ഉണ്ടോ? അവനവിടെ കൂടി കഞ്ചാവ് ഇവിടെ അല്ല എന്റെ അമ്മയുടെ ഗർഭപാത്രത്തെ ഒളിച്ചിരുന്നാലും ஐயோ ஐயோ ഇറങ്ങി വേടാ. മണിയന്റെ വീട് ഇതല്ലേ? ഇല്ല, മണിയന്റെ വീട് ഇതാണോ? ആ നാരയുടെ പേര് പറഞ്ഞ് ഒരുത്തരെയും മുറ്റത്ത് കയറിയേക്കരുത്. അവൻ ചത്തു ഒഴുകി ചത്തു. ഞങ്ങള് റാന്നിക്കാരാണ്. അതായത് ഈ പാവപ്പെട്ടവന്റെ കാർ കൊണ്ടാണ് നിങ്ങളുടെ മോൻ കഞ്ചാവ് എടുത്തത്. അപ്പൊ അവനെ കൊണ്ട് കൊടുത്താലേ പോലീസ് സ്റ്റേഷനിൽ സാർമാര് വണ്ടി വിട്ടുതരുള്ളത്. അതുകൊണ്ട് അച്ഛൻ അവനെ മുറ്റി തരണം. ஐயோ ഞാനവൻ നോക്കി തരണം. എന്റെ കൊച്ചിനെ കൊണ്ട് കള്ളും കഞ്ചാവും കൂടി നശിപ്പിച്ചിട്ട് അന്വേഷിച്ചു തന്നിരിക്കുന്നു. കഴിഞ്ഞു പോടാല്ല മൊത്തത്തിൽ കഞ്ചാവ് തന്റെ വർഷോപ്പ് ഞാൻ തീർന്നു ഓർത്താ. മണി എന്റെ അമ്മേ, എന്റെ വണ്ടി ഒന്ന് എന്താ വെള്ളം വേണം? പെർമിറ്റില്ല.
ഗവൺമെന്റ് ഉണ്ടാക്കിയില്ല അതെനിക്ക് വണ്ടി വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അത് ഈ ടെൻഷന്റെ വളഞ്ഞൊന്ന് വെള്ളം കുടിച്ചാൽ മാറും. വളഞ്ഞൊന്ന് വെള്ളം കുടിച്ചാൽ മാറും. എനിക്കൊക്കെ അങ്ങനെയാണ്. കുടിച്ചോ സാറേ, വണ്ടിയിൽ നിന്ന് എത്ര കിലോ കഞ്ചാവാ പൊക്കി? കിലോ കണക്കൊക്കെ ഞാൻ കൃത്യമായി കോടതി ബോധിപ്പിച്ചാ പോരെ ലാലി? അത് മതി. ലാലി വെറുതെ ചോദിച്ചു. ലാലി ചെല്ല്, അപ്പൊ ജയിക്കും. ലാൽ സാർ അവിടെ ഇല്ല. അതെ ശ്യാം സാറേ, സാറേ ഇതിങ്ങനെ വല്ല കേസാക്കേണ്ട കാര്യമുണ്ടോ? ഈ ഇത് അങ്ങേക്ക് കിട്ടിയ ആകെ 500 ഗ്രാം ഉള്ളൂ. അതെ എന്തെങ്കിലും കൊടുത്ത് ഒതുക്കിയാൽ മതി. സംഘത്തിന് ഇലച്ചിടയിലാണ് എന്റെ പിള്ളേച്ച. ഞാൻ കുട്ടിച്ച അതെ, ഇതൊക്കെ ഇവന്മാർക്ക് എവിടുന്ന് കിട്ടുന്നു? നമുക്കൊന്നും കിട്ടുന്നില്ല. കാറിന് പൈസ ഇറക്കണ്ടേ? അല്ല നടക്കൂലേ? എവിടെ കളസം കയറുമല്ലോ ഷാജി. ലാലി ഇവിടുന്ന് മനസ്സിലാക്കിയ അനുസരിച്ച് കാറിൽ 500 ഗ്രാമിൽ താഴെ കഞ്ചാവുണ്ടായിരുന്നു. അതുപോലെ 850 ഗ്രാമിൽ താഴെയാണെങ്കിൽ വണ്ടി പിടിച്ചു വെക്കാൻ ഈ കോപ്പന്മാർക്ക് ഒരു അവകാശവും ഇല്ല അല്ലേ? പിന്നെ എങ്ങനെ എവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടോ നമ്മളെ പിടിപ്പിക്കാനായി? അത് നമ്മൾ വേണ്ടിയിട്ടായിരുന്നില്ല അല്ലേ? നമുക്ക് ഇവരെ കൊണ്ട് കുറച്ച് പൈസ മുടക്കിച്ചിട്ടേ ഈ പ്രശ്നങ്ങൾ ഒതുക്കി തരിക. എന്ത് പറയാ? ഈ പൈസ എന്ന് പറഞ്ഞാൽ എത്ര പൈസ വേണ്ടി വരും? പൈസ എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വരികയില്ല. അതായത് ഇൻസ്പെക്ടർക്ക് ഒരു 10 രൂപ, പിന്നെ വണ്ടി പിടിച്ചാൽ ഈ ചിമ്പാൻസി അയാൾക്കൊരു 8 രൂപ, 8 രൂപ 7 രൂപ ഉണ്ടാവും. കണക്ക് നിന്റെ പോസ്റ്റ് ഓഫീസ് ചിട്ടി പൈസ ഇപ്പൊ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടാൻ സാധ്യതയില്ല. തരില്ല. വേറെന്തെങ്കിലും ഉണ്ടോ? കൊച്ചിന്റെ മാലയൊന്നും മറിക്കാൻ ഏയ് ബെൻസേ, എന്തോ